ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും മഹാമോശം സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 7-ൽ സഞ്ചരിക്കുന്നത് ശനി, കണ്ടകശനി, 8-ൽ സഞ്ചരിക്കുന്നത് രാഹു, 2-ൽ സഞ്ചരിക്കുന്നത് കേതു. അപ്പോൾ 2 തൊഴിൽ സ്ഥാനവും വരുമാന സ്ഥാനവും നമ്മുടെ നാവുമാണ്. അപ്പോൾ നമ്മുടെ വാക്ക് തന്നെ നമ്മളെ തെറ്റിച്ചേക്കും, നമ്മുടെ നാക്ക് തന്നെ നമുക്ക് പിഴയായി വരുമെന്നൊക്കെ സങ്കല്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ അഷ്ടമത്തിലെ രാഹു ഈ പറഞ്ഞതുപോലെ മൊത്തത്തിൽ കാര്യങ്ങൾക്കൊരു തടസ്സമുണ്ടാക്കുകയും ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമയമായ അവസ്ഥയുണ്ടാവുക, അലർജി, അസുഖങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വിഷാദരോഗം പോലെ മനസ്സിനെ ഒരു നെഗറ്റിവിറ്റി ബാധിക്കുക, അതുകൊണ്ട് പ്രവർത്തനങ്ങളോടൊന്നും തന്നെ ഒരു ഇഷ്ടമുണ്ടാകാതെ ഇരിക്കുക, ജോലിയിൽ വൈമുഖ്യം കാണിക്കുക തുടങ്ങിയ അവസ്ഥകൾ വരും. 7-ാം ഭാവത്തിലെ ശനി കുടുംബത്തിൽ നിന്ന് അകറ്റുകയോ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയോ അവരിൽ നിന്ന് അകന്നു താമസിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. സൗഹാർദ്ദങ്ങളിൽ ദോഷങ്ങളുണ്ടാവാം. കൂട്ടു ബിസിനസ്സാണെങ്കിൽ അതിലും പ്രശ്നങ്ങളുണ്ടാകാം. ഇവിടെ ഇവർക്ക് പലരും ചോദിച്ചതുപോലെ അല്പമെങ്കിലും അനുകൂലമായി സഞ്ചരിക്കുന്നത് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനുമാണ്. പക്ഷേ ഒപ്പം ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അവിടെ ചൊവ്വ ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും പാപഗ്രഹം എപ്പോഴും 5-ാം ഭാവത്തിൽ വരുമ്പോൾ ഭാഗ്യത്തിന് ചെറിയ തടസ്സം വരും. ശുക്രൻ്റേതായ ഗുണം വലുതായിട്ട് കിട്ടാൻ സാധ്യതയുമില്ല. കാരണം 3-ാം ഭാവാധിപനായ ശുക്രനാണ് പോയി 5-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. ശുഭക്ഷേത്രത്തിലാണ്, ബുധൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നൊരു ഗുണമേ ഉള്ളൂ. പഠിച്ചതെന്തോ അതനുസരിച്ചുള്ള ജോലിയോ തങ്ങൾക്ക് കഴിവുള്ള മേഖലകളിൽ കുറച്ചൊന്ന് പ്രാഗൽഭ്യം തെളിയിക്കാനോ അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പഠന സംബന്ധമായി നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. എന്നാൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ മാനസിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യത്തിന് ഒരു 50% ഗുണമേ ഇവിടെയും സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണ് ചിങ്ങക്കൂറുകാർ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10 നല്ല ദിവസങ്ങളാണ്.